ാണ് ഇന്ന് നമ്മളോട് ചേർന്നിരിക്കുന്നത് ഡോക്ടർ അശോക് തോമസ് ആണ്. അദ്ദേഹം നേരത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ധാരാളം ആളുകൾ വേണ്ടി ക്ലാസ് ഒന്നുകൂടെ കേൾക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയും അദ്ദേഹം വീണ്ടും വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള സമാജത്തിൻ്റെ സ്നേഹം ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം വളരെ വളരെ പരിചിതമായ ഒരു മുഖമാണ് ശ്രീമതി പ്രിയത ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന നൃത്തകലാകേന്ദ്രയുടെ പ്രധാന സാരഥിയാണ്. ഇവിടുത്തെ മിക്കവാറും എല്ലാ കുട്ടികളും ഡാൻസ് പഠിച്ചിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. വളരെ പ്രശസ്തയായ നടിയും അവൻ ഒരു നർത്തകയും സമൂഹത്തെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും പ്രത്യേകിച്ച് ബ്രാൻഡ് മലയാള സമാജത്തിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എപ്പോഴും ആവശ്യപ്പെട്ടാലും വൃത്തി ഉണ്ടെങ്കിൽ അതിന് സമയം കുറവാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് നടത്തുന്നിടയ്ക്കാണ് നമ്മൾ ചിലപ്പോഴും ഓടി കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് കൊടുത്തിട്ട് വന്ന് നിൽക്കുന്നത്. ഇത്ര വലിയ സപ്പോർട്ടുകൾ നമുക്ക് എങ്ങും കിട്ടാനില്ല. ഇതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ആ സപ്പോർട്ടിന് വളരെ നന്ദി ആദ്യമേ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ ക്ലാസ് എടുക്കാൻ അതിന്റെ വെൽക്കം പറയാനായിട്ട് സമാജത്തിന്റെ കമ്മിറ്റി അംഗമായ ഷീല പുതുച്ചേരിലിനെ ക്ഷണിച്ചു. അൺമ്യൂട്ട് ചെയ്യണേ മാഡം, അൺമ്യൂട്ട് ചെയ്യണം. ഷീല പുതുക്കേരി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ആയിട്ടില്ല, മ്യൂട്ടാണ്, ഇപ്പോഴും മ്യൂട്ടാണ്. ഷീല പുതുക്കേരി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. Okay. Awesome. Okay. Good morning and warm greetings to all of you. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ 28ാമത്തെ ഡോക്ടർ ലൈവ് സെഷനാണ് ഇന്ന് നടക്കുന്നത്. We are so fortunate to come thus far, coordinating the BMS Doctor Live program with the blessing of our Almighty God and with the help of many kind-hearted doctors from the various branches of medicine like allopathy, Ayurveda, and homeopathy. We also had many community leaders and supporters and talented people as guest speakers to our various sessions. Today, we are fortunate to have Dr. Ashok Thomas, MBBS, MS, DNB, AFNB Spine, FSS USA. He's working as a consultant and spine surgeon at SP Fort Hospital and GG Hospital, Trivandrum. Few months back, we were fortunate to listen to him, and many of us had remembered his session, and we are once again having him today. Without ഈ കോവിഡ് സീസണിൽ ഇത് വളരെ ഉചിതമായ ഒരു ടോപ്പിക്കാണ്. ഡ്യൂറിങ് ദിസ് കോവിഡ് സീസൺ many of our people are working from home and doing long hours of sitting without proper ergonomic assessment. So many of our people are complaining of back pain, neck pain, muscle pain, and hand pain, etc. അതുപോലെ ഈ വിന്റർ സീസണിൽ കാനഡ ആൻഡ് US പോലെയുള്ള തണുപ്പ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ധാരാളം സ്നോ കിട്ടിയിട്ടുണ്ട്. സ്നോ വാരി നടുവൊടിഞ്ഞിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഡോക്ടർ അശോകിന്റെ സെഷൻ വളരെ ഫലപ്രദമായിരിക്കും. Without further delay, on the behalf of the BMS and committee members, I extend our warmest welcome to Dr. Ashok Thomas. Next, I welcome our special guest speaker, Mrs. Preeta Kandanchada.
She runs Nirtya Kala Kendra Dance Academy and she's the artistic director too. മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ പല ഇന്ത്യൻ ക്ലാസിക് ഡാൻസസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഡാൻസർ ആൻഡ് കലാകാരിയാണ് മിസസ് പ്രീത. ഷീസ് ഓൾസോ BMS ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ ഒരു നല്ല സപ്പോർട്ടറും ഫ്രണ്ടും കൂടിയാണ്. BMSന്റെ നാമത്തിലുള്ള ഹാർദവമായ സ്വാഗതം ഞാൻ മിസസ് പ്രീതയെ അറിയിക്കുന്നു. അടുത്തതായി ഈ സെഷൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വ്യക്തികൾക്കും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ നാമത്തിലുള്ള ഹാർദവമായ സ്വാഗതം. Also, I welcome our BMS President, Mr. Kurian Prakanam, committee members, and all the participants once again to our 28th Doctor Live program. Thank you. താങ്ക് യു ഷീല പുതുക്കരയിൽ. അടുത്തതായിട്ട് നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥി പ്രീത ടീച്ചറെ ആദരപൂർവ്വം ആശംസ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കുര്യൻ വിശിഷ്ട അതിഥിയൊന്നുമല്ല ഞാൻ, നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയുന്ന ഇവിടുത്തെ ഒരു ടീച്ചർ മാത്രമാണ്. ഒരു വിശിഷ്ട അതിഥിയായിട്ട് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുര്യനെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ എപ്പോഴും പരിചയപ്പെട്ടത് മുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നല്ല മനസ്സുള്ള ആൾക്കാരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. കുര്യന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ്. നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണ്. അങ്ങനത്തെ ഒരു മനസ്സിന് ഉടമ ഒരു അസോസിയേഷന്റെ സാരഥിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അസോസിയേഷൻ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ. എനിക്ക് ബ്രാംപ്ടൺ സമാജത്തിനെ എത്രയോ വർഷങ്ങൾ തുടങ്ങിയത് മുതൽ എനിക്ക് അറിയാം. എല്ലാ കാര്യങ്ങളിലും എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ സഹകരിക്കാറുണ്ട്. എന്ത് മലയാളി അസോസിയേഷൻസ് ആണെങ്കിലും ഈ കൾച്ചറൽ പ്രോഗ്രാംസ് മാത്രമല്ലാതെ വേറൊരു മുഖഛായ കൂടെ കൊടുക്കാൻ ബ്രാംപ്ടൺ സമാജത്തിന് എന്നും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പൊ അടുത്ത് തുടങ്ങിയ നെഫ്മാക്, എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല, അത് ഒരു പുതിയ സംരംഭമാണെന്ന് തോന്നുന്നു. അത് ഈ യൂത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോ ഈ മലയാളി നമ്മള് അന്യനാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇത്തരം അസോസിയേഷൻസ് എല്ലാ മലയാളികളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു കൂട്ടായ്മ നടത്തണു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കുര്യനും ബ്രാംപ്ടൺ സമാജത്തിനും ബ്രാംപ്ടൺ സമാജത്തിലെ എല്ലാവർക്കും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമാജത്തിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത്തരം ഒരു പ്രോഗ്രാം, ഡോക്ടർ ലൈവ് എന്നുള്ള പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ രോഗബാധിതരാണ് നമ്മളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർ വന്നിട്ട് നമുക്ക് അതിനൊരു കൺസൾട്ടേഷൻ പോലെ അവരുടെ സ്പീച്ച് കേൾക്കാൻ പറ്റുക പറഞ്ഞാൽ വളരെ നല്ലതാണ്. എനിക്ക് ഇതിൽ വരാനൊന്നും പറ്റാറില്ല, പക്ഷെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സമയത്ത് ക്ലാസ് ആണ്. ഇന്നിപ്പോ ഡോക്ടർ അശോക് തോമസിന്റെ ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ മിസസ് ഷീല പറഞ്ഞ പോലെ ബാക്ക് പെയിൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള എന്താ പറയാ മാർഗങ്ങളും അതില്ലാതെ ഇരിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു സമാജത്തിന് കഴിയുക എന്നുള്ളതൊക്കെ വളരെ വളരെ പ്രശംസനീയമാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ ക്ഷണിച്ച കുര്യനും ബ്രാംപ്ടൺ സമാജത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി ഗീത. ഒരുപാട് പറഞ്ഞു, ഇപ്പം കേട്ടപ്പോൾ തന്നെ സംഭവിച്ചു പോയി കളഞ്ഞ്. പിന്നെ ഇത്രയും വളരെ നല്ല വാക്കുകളും സമാജത്തെ പറ്റിയുള്ള നല്ല അഭിപ്രായത്തിനും ഒക്കെ വളരെ വളരെ വളരെയേറെ നന്ദി. പ്രത്യേകിച്ച് ആദ്യം മുതൽ നമ്മുടെ സമാജം സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ നമുക്കുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും, ഡാൻസ് ക്ലാസ് പെട്ടെന്ന് ഒരു ഡാൻസ് വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രത്യേകം നന്ദി ഈ അവസ്ഥ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്.
താങ്ക് യു. സമയത്തിന് സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടാകണം. നമ്മളിപ്പോ സ്ഥിരമായിട്ട് സമയത്ത് വരാനോ അല്ലെങ്കിൽ പരിപാടികൾക്ക് നോക്കത്തെ നോക്കറിയാം. മാനസികമായ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ. തീർച്ചയായും. വളരെ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ അശോക് തോമസിനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ പ്ലീസ്. വളരെ നന്ദി. വളരെ നന്ദി. ബ്രാംപ്ടൺ മലയാളി സമാജം ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി തുടരുന്നതിൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് വന്ന് ഇതിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഇതിൽ ക്ഷണിച്ച യോഗേഷിനും മറ്റ് ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബാക്ക് പെയിൻ എന്നുള്ളതാണ്. ബാക്ക് പെയിൻ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. ഞാനത് ജസ്റ്റ് ഷെയർ ചെയ്യാം സ്ക്രീന്. ഡോക്ടറിന് കോ ഹോസ്റ്റിംഗ് പെർമിഷൻസ് തരാം. ഓക്കെ. Yes, done. I hope everyone can see. എല്ലാവർക്കും കാണാമല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നതാണോ? യെസ്, കാണാൻ പറ്റും. താങ്ക് യു. ഓക്കെ. സോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് ടൈം പ്രിവലൻസ്, അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ബാക്ക് പെയിൻ അനുഭവിച്ചിട്ടുള്ളവരുടെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 80% പേരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നടുവേദനയോ അല്ലെങ്കിൽ മുതുക് വേദനയോ കഴുത്ത് വേദനയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുള്ളവരായിരിക്കും. അത് ചിലപ്പോൾ സോ മച്ച് സോ ദാറ്റ് അവരുടെ ജോബിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ തന്നെ വരാറുണ്ട്. അപ്പം ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്ന 3 തരത്തിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതായത് എത്ര നാളായിട്ടാണ് ഈ ബാക്ക് പെയിൻ ഉള്ളതെന്നുള്ള രീതിയിൽ അക്യൂട്ട്, സബ് അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്ന് പറയും. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 1.5 മാസം വരെ, അതായത് 6 ആഴ്ച വരെക്കകത്ത് മാത്രം ഡ്യൂറേഷൻ ഉള്ള ഒരു ബാക്ക് പെയിൻ ആണ് അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ടുള്ള ഒരു പഴകിയ അസുഖം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് 3 മാസത്തിൽ കൂടുതലായിട്ടുള്ള ബാക്ക് പെയിൻ. ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള സബ് അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5-3 മാസത്തിനിടയ്ക്ക് ഡ്യൂറേഷൻ ഉള്ള ബാക്ക് പെയിൻ ആണ് സബ് അക്യൂട്ട് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ തരം തിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 3 കാരണങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ അത് ചികിത്സിക്കേണ്ട അതിന്റെ ഒരു ആവശ്യകതയും അതിന്റെ എർജൻസി ഓഫ് ട്രീറ്റ്മെന്റും എല്ലാത്തിലും ഒരു വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് കോമൺ പാർലൻസ് നോക്കിക്കഴിഞ്ഞാൽ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഓർമ്മ വരുന്നത് ഡിസ്കിന്റെ പ്രോബ്ലം, നടുവേദന, അപ്പോൾ ഡിസ്കിന്റെ പ്രോബ്ലം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ നമ്മൾ നട്ടലിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നട്ടലിന്റെ ഡിസ്ക് മാത്രമല്ല ഉള്ളത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ കാണുന്നത് നട്ടലിന്റെ എല്ലാണ്, ബോൺ, വെർട്ടിബ്ര. പിന്നെ അതിന്റെ മുകളിൽ അതിന്റെ 2 ബോൺസിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ഈ പുറയിൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് ഞരമ്പാണ്, സ്പൈനൽ കോഡ്, കാലിലെ. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഞരമ്പാണ് ഈ കാണുന്നത്, നെർവ് റൂട്ട് ഉണ്ട്. പിന്നെ ഈ എല്ലുകളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിന്റ്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ഈ 5 സ്ട്രക്ചേഴ്സും ഈ നട്ടലിനകത്തുണ്ട്. ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പെയിൻ ഉണ്ടാകാം. അതായത് ബോണിന്റെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിലോ, ബോണിന്റെ ഫ്രാക്ചർ ഉണ്ടെങ്കിലോ വരാം, ഡിസ്കിന്റെ തേയ്മാനം ഉണ്ടെങ്കിൽ വരാം, ഡിസ്കിന്റെ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും ഡിസിക്കേഷൻ ഉണ്ടെങ്കിലും ഒക്കെ വരാം. ഒരു ലിഗമെന്റ് സ്പ്രെയിൻ, ഇപ്പൊ നമ്മുടെ കണങ്കാലൊക്കെ തന്നെ സ്പ്രെയിൻ ആവുന്നവരോ തിരിയുന്നത് പോലെ നമ്മുടെ നട്ടലിലെ എല്ലുകൾ തമ്മിലുള്ള ലിഗമെന്റ് ബന്ധിപ്പിച്ചിരിക്കുന്ന ലിഗമെന്റിൽ ഒരു സ്പ്രെയിൻ വരാം. ലിഗമെന്റ് സ്പ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഒത്തിരി ഫൈബേഴ്സ് ഉള്ള 1-2 ഫൈബേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഫൈബേഴ്സിന്റെ ടയർ വരുമ്പോഴാണ് അതിനെ സ്പ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നെർവ്സ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡും അതിന്റെ ഞരമ്പും. അപ്പം ഡിസ്ക് അതിൽ തട്ടുകയോ അല്ലെങ്കിൽ ജോയിന്റിന്റെ ഒരു ഭാഗത്ത് തട്ടുകയോ ചെയ്യുമ്പോൾ ആ ഞരമ്പിന്റെ ഭാഗത്തേക്ക് ഞരമ്പ് എവിടെ സപ്ലൈ ചെയ്യുന്നു അവിടേക്ക് നമുക്ക് വേദന തോന്നാം. കാലിലേക്കോ അല്ലെങ്കിൽ കഴുത്തിൽ നിന്നാണെങ്കിൽ കൈയിലേക്കോ വേദന തോന്നാം. ജോയിന്റ് എന്ന് പറയുന്നത് ഈ 2 എല്ലുകൾക്കിടയിലുള്ള ജോയിന്റ് ഉണ്ട്. അപ്പം സന്ധിയെ ബാധിക്കുന്ന ഏതൊരു അസുഖവും ഇതിനെ ബാധിക്കുക. അതായത് സന്ധിവാദം പോലുള്ള അസുഖങ്ങൾ പോലും നട്ടലിനെയും ബാധിക്കുക. യൂറിക് ആസിഡിന്റെ പ്രോബ്ലം, സന്ധിവാദത്തിന്റെ പ്രോബ്ലം,
ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തേയ്മാനത്തിന്റെ പ്രോബ്ലം എല്ലാം ഈ ജോയിന്റ്സിനെയും ബാധിക്കും. അപ്പൊ ഇപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നടുവേദന ഉണ്ടാക്കാം. അപ്പൊ ഡിസ്കിന്റെ തേയ്മാനം മാത്രമാണ് നമുക്ക് എപ്പോഴും അത് പറയാൻ പറ്റില്ല. അക്യൂട്ട് ബാക്ക് പെയിൻ, അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന, ഇതുവരെ നടുവേദന ഇല്ലാതിരുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ, നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിയുകയോ ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ബാക്ക് പെയിൻ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അതായത് ലിഗമെന്റ് സ്പ്രെയിൻ, എല്ലുകളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ ഒന്ന് ടയർ ആവുക, കുറച്ച് ഫൈബേഴ്സ് ടയർ ആയിട്ട് അവിടെ നല്ലപോലെ നീര് കെട്ടി വേദന വരിക. അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ, നട്ടലിന് ചുറ്റുമുള്ള മസിലുകൾ വലിഞ്ഞിട്ട് മസിൽ പുള്ള് വരിക, അങ്ങനെ എന്നൊക്കെ പറയുന്നത് പോലെ നട്ടലിന് ചുറ്റുമുള്ള മസിലിലും അങ്ങനെ സംഭവിക്കുക. നമ്മൾ എന്തെങ്കിലും സാധാരണ ചെയ്യാത്ത ഒരു ജോലി ചെയ്യുക, ഒരുപാട് നേരം നമ്മൾ ഗാർഡനിൽ പണി ചെയ്യുക, അല്ലെങ്കിൽ കിളയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് കുനിഞ്ഞ് വശക്കേടായിട്ട് എടുക്കുക, നമ്മൾ സാധാരണ എടുക്കാത്ത രീതിയിൽ എടുക്കുക എന്നൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. അതിൽ ഡിസ്ക് പ്രൊലാപ്സ് ആയി കാണാം, അല്ലെങ്കിൽ ഒരു ആനുലാർ ടയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന്റെ പുറം കവറിങ് മാത്രം ഒന്ന് കീറുന്ന ഒരു കണ്ടീഷൻ. ഇതെല്ലാം അക്യൂട്ട് ബാക്ക് പെയിൻ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതില് ഈ പറഞ്ഞ തരത്തിലുള്ള അക്യൂട്ട് ബാക്ക് പെയിനില് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ വരുന്ന പറഞ്ഞാൽ ഈ നടുവേദനയും ചിലപ്പോൾ കാലുവേദനയുമായിട്ടായിരിക്കും വരുന്നത്. ഷയാറ്റിക്ക, കാലിലോട്ടുള്ള വേദനയ്ക്ക് നമ്മൾ ഷയാറ്റിക്ക പെയിൻ എന്ന് പറയും. നട്ടലിൽ നിന്ന് ബട്ടക്സിന്റെ അവിടുന്ന് കാലിലേക്ക് ഇറങ്ങുന്ന വേദനയ്ക്ക്. അപ്പം ഇത് സാധാരണഗതിയിൽ ഇതിന്റെ വേദനയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ പെയിൻ സാധാരണഗതിയിൽ മാറാറുണ്ട്. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ മാറുകയും എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുമ്പോൾ മാറുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ചൂട് പിടിക്കുകയോ അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ മാറുന്ന പെയിനാണ് ഈ അക്യൂട്ട് ലോ ബാക്ക് പെയിനിന്റെ ഈ ലിഗമെന്റ് സ്ട്രെയിൻ, മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് കാരണം വരുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ്ലി, നമ്മൾ ഒരു പൊസിഷനിൽ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെയിൻ കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരത്തില്ല. അപ്പം ഈ ടൈപ്പിലുള്ള ഒരു ബാക്ക് പെയിൻ ആണെങ്കിൽ സാധാരണഗതിയിൽ അത് ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആയിരിക്കാം. അത് കുറച്ച് ദിവസങ്ങളിൽ സാധാരണ സ്വയം തന്നെ മാറിപ്പോകുന്നത്, സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് മാറിപ്പോകാനാണ് സാധ്യത. അപ്പം ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ 90% കേസസിലും ഒരു 1.5 മാസം, അതായത് 6 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി ഹീൽഡ് ആവാം, കംപ്ലീറ്റ്ലി റിലീവ്ഡ് ആയിട്ട് യു വിൽ ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ ആക്ടിവിറ്റി. പിന്നെ അത് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കണമെന്ന് പോലുമില്ല, അൺടിൽ യു ഗെറ്റ് ദ നെക്സ്റ്റ് എപ്പിസോഡ് മേ ബി സം ടൈം ലേറ്റർ. അപ്പം ഇതിൽ തന്നെ ഒരു സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇതേ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് വീണ്ടും ഇതുപോലൊരു ബാക്ക് പെയിൻ പിന്നീട് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടറുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ അതൊരു ചെറിയൊരു സ്പ്രെയിനോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഏർലി സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതില് ഒരു 15% പേർക്ക് ഇത് ഒരു തുടർന്ന ഒരു പ്രോബ്ലമായിട്ട് നിൽക്കാം, അതായത് ക്രോണിക് പ്രോബ്ലമായിട്ട് നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം 3 മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ഒന്ന് ഇത് ഡിസ്ക് പ്രൊലാപ്സ് ആകാം. പിന്നെ ഉള്ളത് സ്പോണ്ടിലോലിസ്ഥസിസ് എന്ന് പറയും, അതായത് ഒരു നട്ടലിന്റെ ഒരു എല്ല് മറ്റൊരു എല്ലിന്റെ പുറത്ത് മുന്നിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷൻ, അതും തേയ്മാനത്തിന്റെ പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഉള്ളത് ഒരു ലിഗമെന്റ് സ്പ്രെയിൻ, ക്രോണിക് ലിഗമെന്റ് സ്പ്രെയിൻ. ആദ്യം ഒരു സ്പ്രെയിൻ ഉണ്ടായ ഭാഗത്ത് ആ ലിഗമെന്റ് ഹീൽ ചെയ്യാതിരുന്നിട്ട് പിന്നെ വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് അവിടെ ട്രോമ വരുമ്പോൾ അത് ഒരു ക്രോണിക് പ്രോബ്ലം ആയിട്ട് മാറാം. പിന്നെ ഉള്ളത് ലംബാർ കനാൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത്, അതൊരു ഡിസ്ക് പ്രൊലാപ്സിന്റെ ഒരു വകഭേദമാണ്. പക്ഷെ അത് കുറച്ചുകൂടെ പ്രായമുള്ളവരിലാണ് കാണുന്നത്. പ്രായം കുറഞ്ഞവരിൽ ഞരമ്പിന്റെ മുൻഭാഗത്തു നിന്ന് ഡിസ്ക് തള്ളി വരും. പ്രായം കൂടിയവരിൽ ഞരമ്പിന്റെ പുറകു ഭാഗത്തു നിന്ന് ഒരു ലിഗമെന്റ് പോലെ ഒരു സാധനമുണ്ട്, അത് മുന്നിലേക്ക് ബൾജ് ചെയ്ത് വരും. അതാണ് ഒരു ലംബാർ കനാൽ സ്റ്റീനോസിസ് എന്ന് പറയുന്ന കാര്യം. അതും നടുവേദന ഉണ്ടാക്കാം, കാലിലേക്ക് ഇറങ്ങുന്ന വേദനയും അതുണ്ടാക്കാം. അതുപോലെ തന്നെ പ്രായമായവരിൽ കാണാവുന്ന ബാക്ക് പെയിൻ ഒരു കാരണമാണ് ഓസ്റ്റിയോപോറോസിസ് കാരണമുള്ള ഫ്രാക്ചേഴ്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ് കാരണം, എല്ലിന്റെ ബലക്കുറവ് കാരണമുള്ള ഫ്രാക്ചർ കാരണവും ഇതുപോലുള്ള ബാക്ക് പെയിൻ വരാം. പിന്നെ ഇത് ഇത്രയും പറഞ്ഞ നട്ടലിന്റെ കാര്യങ്ങൾ. അപ്പൊ നട്ടലിലല്ലാത്ത ഉള്ള കാരണവും നമുക്ക് ബാക്ക് പെയിൻ വരാം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി ഫീമെയിൽസിൽ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്രസിന്റെ പെത്തോളജി, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടെങ്കിലോ അതുപോലെ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് പോലുള്ള യൂട്രൈൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ ഒക്കെ ഒരു ക്രോണിക് ബാക്ക് പെയിൻ ഉണ്ടാകാം. കുറേ നാളായിട്ട് നിൽക്കുന്ന ഒരു ബാക്ക് പെയിൻ ഉണ്ടാകും. നമുക്ക് നട്ടലിന്റെ എക്സ്റേ MRI എടുത്ത് നോക്കിയാൽ എല്ലാം അത് പ്രത്യേകിച്ചൊന്നും കാണണമെന്നില്ല. പിന്നെ ഉള്ളത് ഒരു റുമാറ്റിക് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ടൈപ്പ്, വാദത്തിന്റെ തരത്തിലുള്ള
അസുഖമുള്ളവർക്കും അത് കാരണമുള്ള ബാക്ക് പെയിൻ ഉണ്ടാകാം. അതായത് സേക്രോയിലിയാക് ജോയിന്റ് ഇൻഫ്ലെയിംഡ് ആകുക, ഇതൊക്കെ ബാക്ക് പെയിൻ ഉണ്ടാക്കാവുന്ന കാരണങ്ങളാണ്. പിന്നെയുള്ളത് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ട്യൂമേഴ്സ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത് വളരെ അലേർട്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെയുള്ളത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ ഡെയിലി നേരിടുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സ്ട്രെസ്സും ബാക്കിയുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു നമ്മുടെ ബാക്കിന്റെ നമ്മുടെ സ്പൈനിന്റെ ഒരു ഹെൽത്ത്. എപ്പോഴും പെയിൻ കൂടുതൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലായിരിക്കും നമുക്ക് കൂടുതൽ ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഒരു റിലാക്സേഷൻ ടെക്നീക്സും ഒക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് കനോട്ട് ബി ഓവർ എംഫസൈസ്ഡ്. അപ്പം റെയർ ആയിട്ടുള്ള കോസസ് ആണ് ഇതിൽ. നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബാക്ക് പെയിൻ, എല്ലാ ബാക്ക് പെയിനും നിസ്സാരമാണ്, നമുക്ക് നോക്കേണ്ട കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ റെയർ ആയിട്ട് വരാവുന്ന 2 കാര്യങ്ങളാണ് നട്ടലിൽ വരാവുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നട്ടലിൽ വരാവുന്ന ട്യൂമേഴ്സ്. ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ മജ്ജയ്ക്കകത്ത് വരാവുന്ന അസുഖങ്ങൾ. അത് സാധാരണ പ്രായമുള്ളവരിലാണ് കാണുന്നത്, എന്നാലും വളരെ അപൂർവമായിട്ട് പ്രായം കുറഞ്ഞവരിലും കാണാം. അപ്പൊ ഇതിന്റെ നടുവേദനയുടെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഒന്ന്, വളരെ അതികഠിനമായ വേദനയായിരിക്കും, സിവിയർ പെയിൻ ആൻഡ് നോട്ട് റിലീവ്ഡ് വിത്ത് റെസ്റ്റ്. നമ്മൾ റെസ്റ്റ് എടുത്താലും ഈ പെയിൻ മാറത്തില്ല. ഏത് പൊസിഷൻ, വെറുതെ അനങ്ങാതെ കിടന്നാൽ പോലും ഇങ്ങനെ തുടിക്കുന്ന പോലുള്ള ഒരു പെയിൻ നട്ടലിനുണ്ടാകാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെയിൻ നമുക്ക് ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയും തോറും കൂടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രെയിന്, ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ വേദന ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുന്നവരും ആ പെയിൻ കുറഞ്ഞു വരികയാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടി വരാനാണ് ട്യൂമറിലും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലെയുള്ള കണ്ടീഷൻസിലും പെയിൻ കൂടി വരുന്നതാണ് കണ്ടുവരുന്നത്. അതുപോലെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട്, ഇപ്പോൾ രാത്രി ഉറങ്ങിയതിന് ശേഷം 2 മണി, 1 മണി, 3 മണിയൊക്കെ ആകുമ്പോൾ വേദന കാരണം, നടുവേദന കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്, നമ്മളെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും അതൊരു ഉടനെ തന്നെ ഒരു മെഡിക്കൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അത് കൂടുതൽ എക്സ്റേ, MRI സ്കാനോ ഒക്കെ എടുത്ത് നോക്കേണ്ട ഒരു കണ്ടീഷനാണത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. ഈ ടൈപ്പ് ആണ് പെയിൻ എന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ റെസ്റ്റ് എടുത്തതിന് സമയം കളയാൻ പാടില്ല, ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണത്. അപ്പം ഇന്ന് നട്ടലിന്റെ ഈ ക്രോണിക് ബാക്ക് പെയിൻ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു റീസൺ ആണ് ഈ ലംബാർ സ്പോണ്ടലോസിസ് എന്ന് പറയുന്നത്. പൊതുവായിട്ട് പറഞ്ഞാൽ നട്ടലിന്റെ തേയ്മാനം എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമ്മൾ പലപ്പോഴും പല ഡോക്ടർമാരെ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം യൂസ് ചെയ്യുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. ഡിസ്കിന്റെ അകൽച്ചയുണ്ട്, ഡിസ്കിന്റെ ഗ്യാപ്പ് കുറഞ്ഞു, അങ്ങനെ ഡിസ്ക് തെന്നി മാറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് തേയ്മാനം എന്ന് തന്നെയാണ്. അപ്പൊ അതിന് പറയുന്നത് സ്പോണ്ടലോസിസ് എന്നാണ്. അപ്പൊ ഇതിൽ ഈ വലതുവശത്ത് കൊടുത്തിരിക്കുന്നതിൽ പല തേയ്മാനത്തിന്റെ പല വകഭേദങ്ങൾ നമുക്ക് കാണാം. നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇത്രയും ഹൈറ്റ് ഉണ്ടാവും. ഡീജനറേറ്റീവ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ തേയ്മാനം വന്നു, പക്ഷെ അത് ബൾജ് ചെയ്തിട്ടില്ല, അതിങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് പോലൊക്കെ കാണാം. അത് പ്രായത്തിനനുസരിച്ച് എല്ലാവർക്കും വരുന്ന ഒരു വ്യത്യാസമാണ്, അതൊരു അസുഖമായിട്ടും കണക്കാക്കാൻ പറ്റില്ല. ബൾജിങ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ പുറകുവശം ഇങ്ങനെ പുറകോട്ട് ബൾജ് ചെയ്ത് വരിക. ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയൊരു ഭാഗം ചാടി പുറത്തേക്ക് വന്നിട്ട് അത് ഞരമ്പിന്റെ പുറത്ത് അമർത്തും. അപ്പോഴാണ് ഡിസ്ക് പ്രൊലാപ്സ് ആയി, അത് ഞരമ്പിന്റെ പുറത്ത് കൊള്ളുന്നു, കാലിലേക്ക് വേദന വരുന്നു എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. തിന്നിങ് ഡിസ്കും ഇതുപോലെ ഡീജനറേറ്റീവ് ഡിസ്കിന്റെ ഒരു ടൈപ്പാണ്. ഇത് ഒരു പരിധി കഴിയുമ്പോൾ അതിന്റെ തൊട്ട് താഴെ മുകളിലുള്ള ബോൺസിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അതായത് ഓസ്റ്റിയോഫൈറ്റ് എന്ന് പറയും. ഇതെല്ലാം തേയ്മാനത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് MRI സ്കാനിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ MRI നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ ഡിസ്കുകളെല്ലാം ഇതിൽ വെള്ള കളറാണ്, ഇതിലൊരു വൈറ്റിഷ് ആണ്. പക്ഷെ ഈ ഒരു ഡിസ്ക് മാത്രം കുറച്ച് ബ്ലാക്ക് ആണ്, പ്ലസ് അതിങ്ങനെ പുറകോട്ട് ബൾജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണൊരു, ഈ ബ്ലാക്ക് ആയതിന്റെ കാരണം അത് തേയ്മാനം ഉള്ള ഡിസ്ക് ആണ്. ബാക്കി വൈറ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ റിലേറ്റീവ്ലി ഹെൽത്തി ഡിസ്ക് ആണ് കാണിക്കുന്നത്. ഈ ബൾജ് ചെയ്തിരിക്കുന്നതാണ് അല്ല തേയ്മാനം വന്ന് പുറത്തോട്ട് സ്പൈനൽ കോഡിന്റെ ഭാഗത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിങ്ങനെ ബൾജ് ചെയ്തിരിക്കുമ്പോൾ ഞരമ്പിൽ കൊള്ളുകയും അത് കാലിലേക്ക് വേദന വരികയും ചെയ്യും. ഇപ്പം സാധാരണ കണ്ടുവരുന്ന ബാക്ക് പെയിനും ലെഗ് പെയിനും കൂടെയുള്ള കോമ്പിനേഷൻ, അതായത് ഷയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണഗതി 2 പ്രശ്നങ്ങൾ. ഒന്ന് ഡിസ്ക് പ്രൊലാപ്സ് ആകാം, അത് കുറച്ച് പ്രായം കുറഞ്ഞവരിലാണ് കാണുന്നത്. അതൊരു നല്ല രീതിയിലുള്ള നല്ല സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ വരാം. ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിന് വേദന കൂടുന്നത്, കാലിലേക്കുള്ള വേദന കൂടുന്നത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഒക്കെ ഈ ഒരു പ്രോബ്ലം വരാം.
നേരെ മറിച്ച് പ്രായമുള്ളവരിൽ കണ്ടുവരുന്നതാണ് ഈ ലംബാർ കനാൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അത് ഒരു ക്രോണിക് പ്രോബ്ലം ആണ്. അത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. സാധാരണഗതിയിൽ അത് ഒരാളുടെ നടത്തത്തെയാണ് അത് ബാധിക്കുന്നത്. കുറച്ച് നിൽക്കുമ്പോഴോ ഒന്നും ഉടനെ എഴുന്നേൽക്കുമ്പോഴൊന്നും വലിയ പ്രോബ്ലം കാണത്തില്ല. പക്ഷെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴേക്കും രണ്ട് കാലിലേക്ക് ഇങ്ങനെ ഒരു കഴപ്പ് പരിപ്പ് ഒക്കെ വരിക. കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ കാലങ്ങ് കുഴയുന്ന പോലെ തോന്നുക. പിന്നെ എവിടെയെങ്കിലും ഇരിക്കണം. അത് ഇരുന്ന് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. അപ്പം ലംബാർ കനാൽ സ്റ്റീനോസിസിൽ എന്ന് പറയുന്ന ആള് ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ നടക്കുമ്പം കാലിങ്ങനെ ക്രമേണ കഴപ്പ് വന്നിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഇതിൽ കാണുന്നത്. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഡിസ്ക് ആണ് ഡിസ്ക്. പിന്നെ റെഡ് കളറിൽ ആരോ കാണിച്ചിരിക്കുന്നതാണ് ലിഗമെന്റം ഫ്ലേവോ എന്ന് പറയുന്നത്. ഇത് ബൾജ് ചെയ്ത് വരും പുറകിൽ നിന്ന്, നട്ടലിന്റെ പുറകിൽ നിന്ന് ഈ ഭാഗം ബൾജ് ചെയ്ത് വരുമ്പോഴാണ് ലംബാർ കനാൽ സ്റ്റീനോസിസ് ആയി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഷയാറ്റിക്ക പെയിൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പെയിൻ ബട്ടക് റീജിയനിൽ സ്റ്റാർട്ട് ചെയ്ത് കാലിലേക്ക് പോകുന്ന ഒരു വേദനയാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ചാൽ നെർവ് റൂട്ട്, ഞരമ്പിന്റെ പുറത്ത് ഡിസ്ക് അല്ലെങ്കിൽ ലിഗമെന്റ് ഫ്ലേവം തട്ടുമ്പോഴാണ് ഈ ഷയാറ്റിക്ക പെയിൻ വരുന്നത്. ഇതാണ് അതിന്റെ ഏകദേശ ഒരു നമ്മുടെ ഷയാറ്റിക് നെർവ് പോകുന്ന ഭാഗത്തൂടെ വരുന്ന വേദനയാണ് ഷയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിസ്ക് ഇങ്ങനെ ബൾജ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നതിനകത്ത് വരുന്ന തേയ്മാനം, പിന്നെ നമ്മൾ അതിന്റെ പുറത്ത് കൊടുക്കുന്ന ലോഡാണ്. നമ്മൾ ഒരാളുടെ ശരീരഭാരം, നമ്മൾ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് താങ്ങുന്നത് ഈ ഡിസ്കാണ്. ഇപ്പൊ രണ്ടെല്ലുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഡിസ്കിനെ അതിങ്ങനെ മുകളിലും താഴെയുള്ള ബോൺ ഇങ്ങനെ അമർത്തുമ്പോൾ നടുക്കിരിക്കുന്ന ഡിസ്ക് ബൾജ് ചെയ്ത് പുറത്ത് വരും. അപ്പം ഈ അമർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് ആണ്. പ്ലസ് നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ, നമ്മൾ മുന്നോട്ട് ഇരുന്ന് ഇങ്ങനെ മുന്നോട്ട് കൂനിയിരിക്കുന്ന ഒരു പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഈ ഡിസ്കിന്റെ പുറത്ത് കംപ്രഷൻ വരും. അത് കൂടുതലായിട്ട് ബൾജ് ചെയ്ത് ഞരമ്പിന്റെ പുറത്ത് അമർത്തും. അതുകൊണ്ട് സിറ്റിംഗ് പോസ്റ്ററും ബോഡി വെയിറ്റും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്പൈനൽ കനാൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ പ്രായമുള്ളവർക്ക് വരാവുന്ന കണ്ടീഷൻ. അതിലിങ്ങനെ നടക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്. പക്ഷെ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ കാലിൽ കഴപ്പ് വരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇരിക്കേണ്ടി വരും. ഇരുന്ന് കഴിയുമ്പോൾ കംഫർട്ടബിളായി വീണ്ടും എഴുന്നേറ്റ് നടക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കാണും. ആ ഡിസ്റ്റൻസ് വരെ ആളിന് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാരണം നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് ആണ്. അത് മെനോപോസ് കഴിഞ്ഞ മെൻസസ് ആർത്തവവിരാമം വന്നവരിലും അല്ലെങ്കിൽ പ്രായമുള്ളവരിലും ഒക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതില് രണ്ട് രീതിയിൽ അതിൽ പെയിൻ ഉണ്ടാകാം. ഒന്ന്, നമ്മൾ എന്തെങ്കിലും വീണ് കഴിഞ്ഞിട്ട് ഓസ്റ്റിയോപോറോസിസ് ആയിട്ടിരിക്കുന്ന എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് പെയിൻ ഉണ്ടാകാം. പിന്നെ വീണില്ലെങ്കിൽ പോലും നമുക്ക് മൈക്രോ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് എല്ലാ ബോൺസിലും ഉണ്ടാകാം. അങ്ങനെ മൈക്രോ ഫ്രാക്ചേഴ്സ് വരുമ്പോൾ നമ്മൾ ഈ സ്ത്രീകളുടെ രണ്ട് പിക്ചേഴ്സ് കൂടെ കൊടുത്തിരിക്കുന്ന പ്രായമുള്ള ഒരാൾ ഇങ്ങനെ കൂനി പോകുന്നതിന്റെ കാരണം എല്ലാ എല്ലുകളിലും ചെറിയ ചെറിയ മൈക്രോ ഫ്രാക്ചേഴ്സ് വരുമ്പോഴാണ് പതുക്കെ നമ്മുടെ മുതുകും ഒക്കെ ഇങ്ങനെ കൂനി ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന ഒരു പൊസിഷൻ പോലെ വരുന്നത്. അപ്പം ഇത് കാരണം ഇങ്ങനെ ക്രോണിക് ആയിട്ട് ഒരു ബാക്ക് പെയിൻ വരാം. അപ്പം ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഡിസ്ക് കൊളാപ്സ് മാത്രമല്ല, ലംബാർ കനാൽ സ്റ്റീനോസിസ് അല്ലെങ്കിൽ ലിഗമെന്റ് സ്പ്രെയിന്, ഓസ്റ്റിയോപോറോസിസ്, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം ഓസ്റ്റിയോപോറോസിന്റെ ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് ബോണ് നല്ല ഡെൻസിറ്റി കാണാം ഇതിൽ ഈ പിക്ചറിൽ. സെക്കൻഡിൽ നല്ല അതിന്റെ ഇങ്ങനെ വല പോലെ ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള കാൽഷ്യം കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ കുറഞ്ഞിട്ട് അതിനൊരു വല പോലെയായി ഒരു ഓസ്റ്റിയോപോറോസിന്റെ ഒരു സിവിയർ ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഇത്ര നേരം പറഞ്ഞ ബാക്ക് പെയിന്റെ ട്രീറ്റ്മെന്റ് വൈസ് നോക്കിയാൽ, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ ക്വിക്ക് ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 പോയിന്റ്സ് മാത്രം പറയാം. ഇപ്പം മോസ്റ്റ് എപ്പിസോഡ് അക്യൂട്ട് ബാക്ക് പെയിൻ ആർ സെൽഫ് ലിമിറ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് വരുന്ന ഒരു ബാക്ക് പെയിൻ, പെട്ടെന്ന് ഒരു നടുവ് നമ്മൾ ഉളുക്കുന്ന പോലെ ഒരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. പെയിൻ വരുമ്പോൾ ഭയങ്കര പെയിൻ ഒക്കെ തോന്നുമെങ്കിലും അത് യൂഷ്വലി ഒരു 3-4 ദിവസം കൊണ്ട് അങ്ങ് സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ മാറുന്ന വേദന ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ബെഡ് റെസ്റ്റ് എടുത്ത് ഈ ചൂട് പിടിക്കുകയോ അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു 2 to 3 days കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്ത് നോക്കാം. അങ്ങനെ യൂഷ്വലി മാറാൻ സാധ്യത. യു ക്യാൻ അതിന്റെ കൂടെ തന്നെ അനാൽജസിക് അല്ലെങ്കിൽ പെയിൻ കില്ലർ മെഡിക്കേഷൻസ് എന്തെങ്കിലും എടുക്കാം. ഒരു 5 days വരെ എടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും കുറവില്ലെങ്കിൽ മാത്രം നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ട കാര്യമുണ്ട്.
ഇപ്പം ഇത് ജസ്റ്റ് സ്പോണ്ടൈലോലിസ്തെസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ എക്സ്റേയിൽ ഈ എല്ലിങ്ങനെ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് മുന്നോട്ട്, ഈ ബോണിനേക്കാൾ ഇത് മുന്നോട്ട് തെന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ക്രോണിക് ബാക്ക് പെയിൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പം 6 ആഴ്ച നമ്മൾ ഈ അക്യൂട്ട് ബാക്ക് പെയിനിൽ നമ്മൾ 3-4 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ നല്ലപോലെ റെസ്റ്റ് എടുത്തതിന് ശേഷവും പെയിൻ കുറയാതെ വന്നു കഴിഞ്ഞാൽ വെൻ യു വിസിറ്റ് എ ഡോക്ടർ, പുള്ളി ഓർഡർ ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻസിൽ ഫസ്റ്റ് എക്സ്റേ വുഡ് ബി ഫസ്റ്റ് വൺ വുഡ് ബി എക്സ്റേ ആണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ മെയിൻലി ബോണിന്റെ അലൈൻമെന്റ് ആണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്ലെയിൻ എക്സ്റേയിൽ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അത് യൂഷ്വലി ഒരു MRI സ്കാനിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേയിൽ അറിയാൻ പറ്റും. അതുപോലെ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ബോണിന്റെ സ്ട്രെങ്ത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പം ഡിസ്ക് പ്രൊലാപ്സിന്റെ നല്ല രീതിയിലുള്ള സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടർ വിൽ ഓൾസോ ഓർഡർ MRI സ്കാൻ. MRI സ്കാനിൽ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഡിസ്ക് തേയ്മാനം ജനറൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് MRI സ്കാനിൽ അറിയാൻ പറ്റും. അപ്പം ഈ പെയിനിലെല്ലാം നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമുക്ക് ഉടനെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് തന്നെയാണ്. വേഴ്സണിങ് പെയിൻ ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവ്മെന്റ്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പെയിൻ മാറുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങി കഴിഞ്ഞിട്ടും വേദന ഉണ്ട്, ഉറക്കത്തിൽ നിന്ന് വേദന കാരണം ഉണരുന്നുണ്ട്, അല്ലെങ്കിൽ ബട്ടക്സിന്റെ ഭാഗം അല്ലെങ്കിൽ പെരിനിയൽ ഭാഗങ്ങളൊക്കെ മരവിക്കുക, മൂത്രം പോകാനോ മോഷൻ പോകാനോ ബുദ്ധിമുട്ട് തോന്നുന്നു, അതവിടെ സ്ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് അവിടെ യൂറിൻ പാസ് ചെയ്യാൻ സ്ട്രെയിൻ ചെയ്താലും അത് യൂറിൻ പോകാതിരിക്കുക. ഇങ്ങനെയൊക്കെ നടുവേദനയോട് അസോസിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു അപകട സൂചനയായിട്ട് തന്നെ കാണണം. അത് ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണിക്കേണ്ട ഒരു കണ്ടീഷനാണ്. പിന്നെ അതുകൂടാതെ വെയിറ്റ് ലോസ്, ഇപ്പം നടുവേദന കുറച്ച് നാളായിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രമാതീതമായിട്ട് വെയിറ്റും കുറയുന്നുണ്ടെങ്കിലും ഉടനെ ഡോക്ടറെ കാണിക്കണം. അത് മജ്ജയ്ക്കകത്തുള്ള എന്തെങ്കിലും പ്രോബ്ലം ആകാനോ ട്യൂമേഴ്സ് പോലെ ആകാനോ അപൂർവമായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞത് നടുവേദന വരുമ്പോൾ ഉള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളുമാണ്. നമ്മളിനി ഇതിന്റെ പ്രിവെൻഷൻ, ഈ നടുവേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, ഓൾവേസ് നമ്മൾ പറയുന്ന പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നടുവേദന വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ വാക്കിംഗ് അല്ലെങ്കിൽ ജോഗിങ് ഫോർ അറ്റ്ലീസ്റ്റ് 30 minutes എവറി ഡേ. ഇപ്പോൾ ബോൺ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓസ്റ്റിയോപോറോസിസ് പ്രിവെന്റ് ചെയ്യാനും വാക്കിങ്ങിനേക്കാളും നല്ല ഒരു എക്സസൈസ് വേറെ ഇല്ല. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങിക്കൊണ്ട് നമ്മൾ നടക്കുന്നതാണ് നമ്മുടെ നട്ടലിന്റെ സ്ട്രെങ്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു 30 minutes നടക്കും. ഇപ്പോൾ ഡെയിലി നടക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ 3 times a week ഒരു 45 minutes വെച്ച് നടക്കണം. അതാണ് ഏറ്റവും ഐഡിയൽ. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ലൈക്ക് ഡയബറ്റീസ് ആയാലും കാർഡിയക് ഡിസീസ് ആയാലും പിന്നെ ബോൺ സ്ട്രെങ്ത് ആയാലും ജനറൽ മെന്റൽ ഹെൽത്ത് ആയാലും ബ്ലഡ് പ്രഷർ ആയാലും എല്ലാം വാക്കിംഗ് നല്ല റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വാക്കിംഗ് നമ്മുടെ ഒരു ഡെയിലി ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിവതും ശ്രമിക്കണം. പിന്നെ ബോഡി വെയിറ്റ് നമ്മൾ സാധാരണ ക്ലിനിക്കിൽ ഇരിക്കുമ്പം ഈ നടുവേദന എന്ന് വരുന്നവരിൽ കൂടുതൽ പേരും യൂഷ്വലി ഓവർ വെയിറ്റ് ആയിരിക്കും. അപ്പം അതില് അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഒരു കാരണം, പിന്നെ പാരമ്പര്യമായിരിക്കാൻ കാരണം. എന്ത് കാരണം കൊണ്ടായാലും നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് 25 കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ വണ്ണം ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ സ്പൈൻ ആ ഒരു വെയിറ്റ് താങ്ങേണ്ടി വരുന്നുണ്ട്. അത് നോർമലി അത്രയും വെയിറ്റ് താങ്ങാൻ ഡിസൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് അനാവശ്യമായിട്ടുള്ള വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ക്രമേണ അത് തേയ്മാനത്തിലേക്ക് പോവുകയും ആൻഡ് അൾട്ടിമേറ്റ്ലി അത് പ്രൊലാപ്സ് ആകാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഇനി അതർ പെത്തോളജി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സോ വെയിറ്റ് കുറയ്ക്കുന്നത് നടുവേദന കുറയ്ക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ബോഡി മാസ് ഇൻഡെക്സിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇത് എപ്പോഴും ബിറ്റ്വീൻ 20 to 25 ആണ്. ഇപ്പൊ പറയുന്ന അപ്പർ ലിമിറ്റ് 23 എന്ന് പറയുന്നുണ്ട്, എന്നാലും 25 വരെ നമുക്ക് ഓക്കെ ആയിട്ട് പറയാം. നമ്മുടെ ഹൈറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
എത്രയാണ് ഐഡിയൽ ആയിട്ട് വരേണ്ട വെയിറ്റ്, അതനുസരിച്ച് അത് കുറയ്ക്കാൻ ശ്രമിക്കണം. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മുടെ സിറ്റിംഗ് പോസ്ചർ. ഇപ്പോൾ നമ്മൾ ഡിസ്ക് തേയ്മാനത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്കിനകത്തുള്ള പ്രഷർ ഒരുപാട് കൂടുമ്പോഴാണ് നമ്മൾ ഡിസ്കിന് തേയ്മാനം കൂടുന്നതും അത് ബൾജ് ചെയ്ത് വരുന്നതും ഒക്കെ. ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിലാണ് ഡിസ്കിനകത്ത് മാക്സിമം പ്രഷർ വരുന്നത്. നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഓടുമ്പോഴോ പോലും അത്രയും വരുന്നില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് സിറ്റിംഗ് പൊസിഷനിലാണ്. അപ്പം സിറ്റിംഗ് എത്ര കൂടുന്നോ അത്രയും ഡിസ്കിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇരിക്കുന്നതിൽ തന്നെ നമ്മൾ ഇപ്പം ഈ ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഒരുമാതിരി മുന്നോട്ട് സ്ലംപ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ നമ്മുടെ നടുവിന്റെ ആ ഒരു കർവേച്ചറൊക്കെ ഫ്ലാറ്റൻഡ് ഔട്ടായി നമ്മൾ കൂനിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്കിന് മാക്സിമം പ്രഷർ കൊടുക്കുന്ന പൊസിഷൻ, അതായത് സിറ്റിംഗ് ആൻഡ് ലീനിങ് ഫോർവേഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പൊസിഷൻ അവോയ്ഡ് ചെയ്ത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ആ ഒരു പൊസിഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും ഒരു പുറയിലൊരു സപ്പോർട്ടുള്ള ഒരു കസേര മാത്രം യൂസ് ചെയ്യുക. നടുവിന്റെ ഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള ഒരു പില്ലോ പോലെ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ലംബാർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മിക്ക കസേരകളിലും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അതിലോട്ട് ചാരി ഇരുന്ന് മാത്രം നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ യു ക്യാൻ ഓൾസോ ഈ പിക്ചറിൽ, രണ്ടാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ എൽബോ സപ്പോർട്ടഡ് ആയിരിക്കണം. എൽബോ ഈ ആമില്, ഈ കസേരയുടെ ആമിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം. അതുപോലെ 2 എൽബോ സപ്പോർട്ട് ചെയ്ത് വെക്കണം. നീ ഒരു 90 ഡിഗ്രി പൊസിഷനിൽ വേണം ഇങ്ങനെ വെക്കാൻ, അല്ല അകത്തോട്ട് മടക്കി വെക്കരുത്, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഹൈറ്റ് ഒരുപാട് താഴ്ന്നു പോകരുത്. ഒരു എപ്പോഴും നമ്മുടെ കണ്ണിന്റെ ലെവലിന് ഒരു അതേ ലെവലിൽ ഇരിക്കണം. അറ്റ്ലീസ്റ്റ് ടോപ്പ് പാർട്ട് ഓഫ് ദ സ്ക്രീൻ, കണ്ണിന്റെ ലെവലിന്റെ സെയിം ലെവലിലായിരിക്കണം ടോപ്പ് പാർട്ട് ഓഫ് ദ സ്ക്രീൻ. നമ്മൾ ഒരുപാട് കുനിഞ്ഞിരുന്നാലോ ഒരുപാട് മുകളിലേക്ക് നോക്കേണ്ടി വന്നാലോ നടുവിന് മാത്രമല്ല കഴുത്തിനും ആ ഒരു ഡിസ്കിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടു മുന്നോട്ട് വളച്ചിട്ട് വെയിറ്റ് എടുക്കുന്നത് എപ്പോഴും നട്ടലിന് ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു ലിഫ്റ്റിംഗ് ടെക്നീക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ എപ്പോഴും വെയിറ്റിനോട് ചേർന്ന് നിന്ന് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയോട് അടുപ്പിച്ച്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയോട് നമ്മുടെ ബോഡി ചേർത്ത് വെച്ച് നമ്മുടെ മുട്ടും ഹിപ്പ് ജോയിന്റും മടക്കി നടു നേരെ വെച്ചുകൊണ്ട് വേണം ഇരുന്നിട്ട് നടു സ്ട്രെയിറ്റ് ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഉയരാൻ, വെയിറ്റ് എടുത്തുകൊണ്ട് പൊങ്ങാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഡിസ്കിന്റെ അക്യൂട്ട് സ്പ്രെയിൻ പ്രിവെന്റ് ചെയ്യാനും ലിഗമെന്റ് സ്പ്രെയിൻ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ഐ വോണ്ട് ടു എംഫസൈസ് അഗൈൻ. കാരണം റെസ്റ്റ് എടുക്കുമ്പോഴും ഉള്ള പെയിൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കാലിലോട്ടോ ബട്ടക്സിന്റെ അവിടെയോ ഒക്കെ ഉള്ള നംബ്നെസ്, പെരിനിയൽ ഏരിയയിലൊക്കെ നംബ്നെസ്, ബാക്ക് പെയിനോട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂറിനറി അല്ലെങ്കിൽ ബവൽ സിംറ്റംസ് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലോ ഒക്കെ അത് ഉടനെ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്ക് യു. അപ്പം സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഡിസേബിൾ ചെയ്താൽ. അപ്പൊ ഡോക്ടർ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് ഡിസേബിൾ ചെയ്താൽ. ചോദ്യങ്ങളൊക്കെ ചോദിക്കാറില്ല ഡോക്ടറോട്. So I'm the first one to ask the question now. ആ ഷീല പറഞ്ഞ മാതിരി കുറെ ആൾക്കാരുടെ നടു ഒടിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് തന്നെ. And which is very true, because ഇന്നലെ എനിക്ക് പെട്ടെന്ന് there was a throbbing and severe pain. In fact it was sudden a collapse all of a sudden. എനിക്ക് ഒരു so I wanted to know, it was a pain which started from my office, and then എനിക്ക് all of a sudden by the time I reached in the evening here back here, I was
feeling giddy and terrible. It was terrible shooting pain. From the back pain, it was going towards my buttocks. And that's the time when എനിക്ക് കുര്യൻജീനെ നന്നായിട്ട് ഓർമ്മ വന്നു, ഓ നാളെ ബാക്ക് പെയിൻ ഉണ്ട്, എന്തായാലും ഞാനിത് എല്ലാം വിട്ടിട്ടും I'm going to come and see your program. Anyway, I always see all program, but ഇതൊരു നല്ലൊരു ടോപ്പിക് ആണ്. So definitely doctor is there, so I am ready with all the questions. So I just wanted to ask you, start with the question is, what is the difference? What do you mean by muscle spasm? In muscle spasm and back pain ആയിട്ട് എന്താണ് അതിന്റെ ഇത്, what is it, the difference? മസിൽ സ്പാസം എന്ന് പറയുന്നത് നമ്മുടെ മസിൽ കയറി ടൈറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് മസിൽ സ്പാസം എന്ന് പറയുന്നത്. അത് ഒരു പ്രോബ്ലം അല്ല, ഒരു പ്രോബ്ലത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് നമുക്ക് നട്ടെല്ലിന്റെ ഒരു ഡിസ്കിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഇളക്കം വരികയോ അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറി വരികയോ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ആ ഭാഗം പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ സ്പാസം. കാരണം അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം. ആ ഡാമേജ് വന്ന ഭാഗത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ബോഡി തന്നെ ആ ഏരിയയെ അങ്ങോട്ട് കയറി ടൈറ്റ് ആക്കും. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഇടും. എന്തിനാണ് പ്ലാസ്റ്റർ ഇടുന്നത്? ആ ഭാഗം അനങ്ങാതിരിക്കാൻ. അതുപോലെ തന്നെ ബോഡി ചെയ്യുന്ന ഒരു കാര്യമാണത്. ആ മസിലിനെ, അതിന് ചുറ്റുമുള്ള മസിലിനെ അങ്ങ് ടൈറ്റ് ആക്കുമ്പോൾ ആ സെഗ്മെന്റ് കുറച്ച് ദിവസം മൂവ് ചെയ്യാതിരിക്കും, അണ്ടിൽ ആ പറ്റിയ ഇഞ്ചുറി ഒന്ന് ഹീൽ ചെയ്യുന്നത് വരെ. അതാണ് അതിന്റെ മെക്കാനിക്സ്. അതുകൊണ്ട് മസിൽ സ്പാസം എന്ന് പറയുന്നത് ആ ഒരു അണ്ടർലൈൻ പ്രോബ്ലത്തിന്റെ ഒരു ബോഡിയുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ഉണ്ടാകാനുള്ള കാര്യം വേറെ ആയിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഡിസ്കിന്റെ ഭാഗത്ത് ഒരു സ്പ്രെയിൻ പോലെ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞെടുക്കുകയോ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് മൂവ്മെന്റ് പോലെ ഒരു ലിഗമെന്റ് സ്പ്രെയിൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷയാറ്റിക്ക പെയിൻ പോലെയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ, കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന തരം പെയിൻ ആണ് പറഞ്ഞത്. Okay, അല്ല ഡോക്ടർ, വേറൊരു കാര്യം which I wanted to know is that ഇപ്പൊ നമ്മൾ how do we distinguish that ആ ഒരു മസിൽ സ്പാസം ആണോ ഇല്ലെങ്കിൽ നമ്മളൊരു ലിഗമെന്റിന്റെ ഒരു ടയർ ആണോ ഇല്ലെങ്കിൽ ഫ്രാക്ചർ ആണോ? ഇങ്ങനെ ഡോക്ടർ ഇപ്പൊ കുറെ പറഞ്ഞിരുന്നു, you have written all those things, what are the different things, but we as a normal lay person, how do we distinguish all that? ഒരു ഫ്രാക്ചർ ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്റേ വേണം. എക്സ്റേ ഇല്ലാതെ ഫ്രാക്ചർ ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു മെഡിക്കൽ പേഴ്സണ് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഇതുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങ് മാറുന്ന പെയിൻ ആണ്, ഒരു അക്യൂട്ട് ആയിട്ട് വന്ന ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അതൊരു ലിഗമെന്റ് സ്പ്രെയിൻ ആകാനാണ് സാധ്യത. ലിഗമെന്റ് സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബോണിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റിന് വരുന്ന ടയർ. അതുപോലെ തന്നെ ഡിസ്കിനെ കവർ ചെയ്യുന്ന ആനുലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനും ഇതേപോലെ ടയർ സംഭവിക്കാം. അപ്പൊ ഇത് രണ്ടിലും വരുന്ന പെയിൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് ഒന്ന് തന്നെയാണ്. Take rest for a few days and take some analgesic medications. അതൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്യും. ഇൻ കേസ് അത് മാറാതെ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കും. ഇപ്പൊ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒരു ബാക്ക് പെയിൻ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്റേയും ഒക്കെ ഒന്ന് ഒരു ബേസ് ലൈൻ ആയിട്ടെങ്കിലും ചെയ്ത് നോക്കണം. അവിടെ എന്തുവാണ് ഉള്ളതെന്ന് അറിയാൻ. അവിടെ എന്തുവാണ് വേറെ എല്ലാവരുടെയും പ്രോബ്ലം ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യം കാണാം. അപ്പോൾ അത് ഒരു പ്രിലിമിനറി നമ്മളൊരു മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടും കുറേ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വാലുവേറ്റ് ചെയ്യണം. Doctor, which is the best way? പറഞ്ഞാൽ ഇപ്പൊ I had a fall before, ഒരു സ്റ്റെപ്പിന്റെ മേലെ നിന്ന് കുറെ മുമ്പിൽ ഞാൻ വീഴുന്നിരുന്നു. But that time nothing happened, but later on this started increasing to me. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എക്സ്റേ എടുക്കണം. So my question to you is that ഏത് mode is the best mode? ഇപ്പൊ എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, MRI ഉണ്ട്. അപ്പൊ ഈ മൂന്നിലും വെച്ചിട്ട് ഏതാണ് ബെസ്റ്റ്? നമ്മൾക്ക് അത് എടുത്താൽ ഈ ഫ്രാക്ചർ ഉണ്ടോ അല്ലെങ്കിൽ ലിഗമെന്റ് ടയർ ഉണ്ടോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആൻഡ് ഹൗ ഡു വി റെക്കമെൻഡ് ദ ഡോക്ടേഴ്സ്? ബിക്കോസ് ഡോക്ടേഴ്സ് ക്യാൻ സേ ഓക്കെ ഫ്രാക്ചർ ഉണ്ട്, ഓക്കെ ടേക്ക് ആൻ എക്സ്റേ, ബട്ട് വി മേ സേ ഓക്കെ എക്സ്റേയിൽ അത് ഫുൾ ആയിട്ട് കണ്ടുപിടിക്കില്ല, ബിക്കോസ് എക്സ്റേ ഇസ് ദ ഫസ്റ്റ് മോഡ് ടു ലുക്ക് ഇൻ ടു ദ പേഴ്സൺസ് ഓൺ, ബട്ട് much better way, which is the better way? Which is the X-ray ആണോ ഇല്ലെങ്കിൽ അൾട്രാസൗണ്ട് ആണോ ഇല്ലെങ്കിൽ MRI ആണോ? Which is the best way? സ്പൈനിന്റെ ഡയഗ്നോസിസിന് എക്സ്റേക്കും ഞാൻ നേരത്തെ ഒരു പിക്ചർ കാണിച്ചില്ലേ, രണ്ടും കാണിച്ചത്, എക്സ്റേയും MRIയും കാണിച്ചു. എക്സ്റേയിൽ എല്ലാ ഇൻഫർമേഷനും കിട്ടില്ല, MRIയിലും എല്ലാ ഇൻഫർമേഷനും കിട്ടില്ല. ഓൾവേസ് ദ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് എ ഡോക്ടർ വുഡ് ഓർഡർ ഈസ് എക്സ്റേ. കാരണം അതാണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും ക്വിക്കായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വലിയ മേജർ അലൈൻമെന്റ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എക്സ്റേ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നെങ്കിൽ ക്ലാരിഫൈ, കാരണം എക്സ്റേയിൽ നമ്മൾ ബോൺ മാത്രമേ കാണുള്ളൂ, ഡിസ്ക് കാണില്ല, അതുപോലെ നെർവ് കാണില്ല, ലിഗമെന്റ് കാണില്ല എക്സ്റേയിൽ, പക്ഷെ അലൈൻമെന്റ് കാണാൻ പറ്റും.
MRI-യിൽ you can see disc, you can see nerve, you can see the spinal cord, ligaments കാണാം. ഫ്രാക്ചറിന്റെ ഏറ്റവും മൈന്യൂട്ട് ഫോം ഉണ്ടെങ്കിൽ പോലും MRI-യിൽ അറിയാൻ പറ്റും. പക്ഷേ the problem with MRI is it's costly and it's not easily available. You have a long waiting period for MRI in Canada, I think. അപ്പം അങ്ങനെ വരുമ്പം അതിന്റെ അവൈലബിലിറ്റി ഒരു പ്രോബ്ലമാണ്. അപ്പം വളരെ സെലക്റ്റഡ് ആയിട്ട് മാത്രമേ യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്ന് വരുന്ന ഒരു ബാക്ക് പെയിൻ, 1 വീക്കിൽ താഴെയുള്ള ബാക്ക് പെയിന് വി ഡോണ്ട് ഈവൻ ഓർഡർ എക്സ്റേ പോലും ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, പ്രൊവൈഡഡ് ദ പെയിൻ പാറ്റേൺ ഇസ് ഫിറ്റിംഗ് ഇൻ ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നമില്ലാത്ത തരമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനേക്കാൾ എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിലുള്ള നമ്മൾ എക്സ്റേ ഓർഡർ ചെയ്യും. MRI അല്ല ആദ്യം ഓർഡർ ചെയ്യുന്നത്, എക്സ്റേ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടും 6 വീക്സ് കഴിഞ്ഞിട്ടും കുറേ നിൽക്കുന്നെങ്കിൽ then we'll go for the next investigation. I think it would be better you leave it to the doctor's discretion. അത് അവർ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ MRI ഓർഡർ ചെയ്യത്തുള്ളൂ. ഈ അൾട്രാസൗണ്ട് ആൻഡ് MRI is it the same or is it different? അല്ല, അൾട്രാസൗണ്ടിന് ബാക്ക് പെയിനിന് വലിയ റോൾ ഇല്ല. അൾട്രാസൗണ്ട് നട്ടല് സ്പൈനിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് യൂഷ്വലി അബ്ഡമൻ കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ജോയിന്റിനോ അങ്ങനെ എന്തെങ്കിലും ജോയിന്റ്സിന് മാത്രമേ. സ്പൈനിന് വേണ്ടി അൾട്രാസൗണ്ടിന് വലിയൊരു റോൾ ഇല്ല. അൾട്രാസൗണ്ട് ഇസ് യൂസ്ഡ് ആസ് എ ട്രീറ്റ്മെന്റ്, ഈ ഒരു ഫിസിയോതെറപ്പി മൊഡാലിറ്റി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ ടെസ്റ്റിന് ഇറ്റ്സ് നോട്ട് എ ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റി. And it's ultrasound for where I'm showing you those left hand shoulders, which I had got a pain because I suddenly started with my son's exercise. Ee COVID karanam nammal vicharikum okay let's do the exercise which we should have been taken care. Angane eduthappo maybe I started having a shoulder pain. But idinellam ultrasound aano? So shoulder ligament injury, muscle inde tendon injuries inum rotator cuff injuries ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ultrasound is a good modality. And what about the hot water? You just told us in your course of your speech that hot water bag vekanam ennalla par. So does it help you in your back pain and all that? Especially chronic back pain hot water fomentation ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അക്യൂട്ട് ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും സ്പ്രേ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണെങ്കിൽ കോൾഡ് കംപ്രസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കോൾഡ് ഐസ് പാക്ക് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. And what is your advice, doctor, on the basis of normal elderly people as you grow old? How do you make your bones stronger? I mean, I heard that walking is a good thing, which is very true. And what is the other things? And bone konditanalo deterioration of in the bones. That's what these things happen. So I wanted to know what is your recommendations? How to keep your bones healthy and how to do that? ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒന്ന് വാക്കിംഗ് ഡെയിലി, സെക്കൻഡ് വൺ നമ്മുടെ ബോഡി വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് വാച്ച് ചെയ്യുക. പിന്നെ കാൽഷ്യം ടാബ്ലറ്റ്സ് നമ്മൾ ജനറലി മെനോപോസ് കഴിഞ്ഞ വിമൻ എല്ലാം മോർ ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ വി അഡ്വൈസ് ടേക്കിംഗ് റെഗുലർ ഇൻടേക്ക് ഓഫ് കാൽഷ്യം ടാബ്ലറ്റ്സ്. പിന്നെ ഒരു ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട് ബോൺ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ, ഓസ്റ്റിയോപോറോസിന്റെ ഒരു പാരമ്പര്യം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെക്സ സ്കാൻ ചെയ്ത് നോക്കണം. ഒരു 50 ഇയേഴ്സ് അല്ലെങ്കിൽ 55 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ട്, എത്രത്തോളം നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു ബേസ് ലൈൻ കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വാക്കിങ്ങും ബോഡി വെയിറ്റ് കുറച്ച് വെക്കുന്നതുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. Does our bone shrink as we grow older? ബോൺ ഷ്രിങ്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മൈക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിലാണ് അത് ഷ്രിങ്ക് ചെയ്യുന്നത്. അതർവൈസ് നോർമലി ഷ്രിങ്ക് ചെയ്യത്തില്ല. അത് നോർമലി അതിന്റെ സൈസ് വിൽ ബി ദ സെയിം. ഒൺലി തിങ് അത് ഡെൻസിറ്റി അകത്തുള്ള ഡെൻസിറ്റി കുറയുമ്പം ചിലപ്പം ചെറിയൊരു ട്രോമയിലൊക്കെ തന്നെ അത് നമ്മളെ അല്പമായിട്ട് 1-2 ട്രബേക്കിലേക്ക് വേണമെങ്കിൽ ചിലപ്പം ഫ്രാക്ചേഴ്സ് ആവും. അതിന് മൈക്രോ ഫ്രാക്ചേഴ്സ് എന്ന് പറയും. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒത്തിരി ആവുമ്പോൾ അതിന്റെ സൈസ് കുറയും. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ജസ്റ്റ് ബോൺസിന് മാത്രമുള്ള ഒരു പെയിനെ ബാക്ക് പെയിൻ വരത്തുള്ളൂ, അതോ ഈ നരമ്പുകൾ, അതായത് ഞാൻ കണ്ടിട്ട് പലർക്കും കാലിന്റെ നരമ്പിൽ നിന്നൊരു പിടുത്തം, ഒരു വേദന വന്നിട്ട് അത് ബാക്കിലോട്ട് എഫക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നടുവേദനയുടെ ഭാഗമായിട്ടുള്ളതാണോ അതോ എന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് ആയിരിക്കും? അല്ല, ഇതിനെല്ലാം നമ്മൾ ജനറലി ബാക്ക് പെയിനും തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അതിനെല്ലാം ബോണിൽ നിന്ന് തന്നെ വരുന്നതാവണമെന്നില്ല. അത് ലിഗമെന്റിൽ നിന്നാകാം, ഡിസ്കിൽ നിന്നാകാം, സൈഡിലുള്ള ജോയിന്റിൽ നിന്നാകാം. എനിക്കറിയാവുന്ന ഉദാഹരണത്തിന് കാലിന്റെ വണ്ണ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്
ബേസിക്കലി നടക്കുമ്പോൾ കുതികാല് വിട്ട് ആ ഒരു സ്ഥലത്തു നിന്നാണ് വേദന ഉണ്ടാകുന്നത്. നമ്മുടെ പക്ഷേ ബാക്കിലോട്ട് പുള്ളിക്ക് വേദന വിടുന്നുണ്ട്. പെയിൻ ആവാൻ സാധ്യതയുണ്ട്. നട്ടലിൽ നിന്ന് വരുന്ന ഷയാറ്റിക്ക പെയിൻ ആവാൻ, ഡിസ്കിന്റെ പെയിൻ ആകാൻ സാധ്യതയുണ്ട് ബട്ടക്സിന്ന് താഴോട്ട് പോകുന്ന വേദനയാണെങ്കിൽ. അതേസമയം ഉപ്പൂറ്റിയിൽ മാത്രം വരുന്ന വേദനയാണെങ്കിൽ അത് നട്ടലിന്റെ ആകത്തില്ല. അത് യൂഷ്വലി യൂറിക് ആസിഡിന്റെയോ അല്ലെങ്കിൽ അതുപോലെ പൂറ്റി വന്ന വേദന അത് പുള്ളി ബാക്കിലോട്ടാ പിടിക്കുന്നത്. ബാക്കി പിടിച്ച് സൽക്കോ നമ്മളെ നിർത്തുന്നോ അല്ലെങ്കിൽ വേദനയാകുന്നത് എപ്പോഴും ഇല്ല. ഉപ്പൂറ്റിയിൽ തുടങ്ങുന്ന വേദനയാണോ? ഉപ്പൂറ്റിയുടെ വണ്ണയ്ക്കും നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നരമ്പ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ഒരു പിടുത്തം വന്നിട്ട് അത് ബാക്കിലോട്ട് പിടിച്ച് നിർത്തും അത്. അപ്പൊ അത് ഡിസ്കിന്റെ ആകാൻ സാധ്യതയുണ്ട്. നട്ടലിന്റെ തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. ശരി. അപ്പൊ നമ്മള് ഇങ്ങനെ ബാക്ക് ഡോക്ടർ, പെയിൻ ഡോക്ടർ, സ്പെഷ്യലിസ്റ്റിനെ ആണെങ്കിൽ ഡോക്ടർമാരല്ല, ഓർത്തോപെഡിക് സർജനെയോ അല്ലെങ്കിൽ സ്പൈനിന്റെ സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ കാണിക്കുക. ശരി. Any questions? Doctor, any question? One more question, if I may. കേൾക്കുന്നുണ്ടോ കുര്യൻ? കേൾക്കുന്നുണ്ടോ? കോൾഡ് പാക്ക് ആണോ അതോ ഹോട്ട് പാക്ക് ആണോ? ഡോക്ടർ മെൻഷൻ ചെയ്തു അക്യൂട്ട് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഹോട്ട് പാക്ക് ഉപയോഗിക്കണം. പക്ഷെ സാധാരണ നിലയ്ക്ക് നാട്ടിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹോട്ട് പാക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ആയുർവേദത്തിലൊക്കെ ഇങ്ങനെ കിഴി ഉപയോഗിക്കുന്നു പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് കോൾഡ് പാക്ക് എന്ന് പറയുന്നു. അത് ഏതാണ് മോർ ഇഫക്റ്റീവ്? അതായത് പെയിൻ അനുസരിച്ചാണോ ഇഫക്റ്റീവ് എന്ന് വെച്ചാൽ, അതോ ഇൻഫ്ലമേഷൻ അനുസരിച്ചാണോ? ഇൻഫ്ലമേഷന് കോൾഡ് പാക്ക് വേണം അങ്ങനെയാണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ട് നമ്മൾ ഇന്റർചേഞ്ചബിളായിട്ട് പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പേഷ്യന്റ് അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഇഞ്ചുറി ആണെങ്കിൽ കോൾഡ് പാക്സ് ആണ് നല്ലത്. ഇപ്പൊ ഉടനെ സംഭവിച്ച ഒരു ഇഞ്ചുറി ആണ്, നേരത്തെ ഒരുപാട് നാളായിട്ടുള്ള പ്രോബ്ലം അല്ലാന്നുണ്ടെങ്കിൽ കോൾഡ് പാക്സ് ആണ് നല്ലത്. ഒത്തിരി നാളായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട് പാക്സും ഹോട്ട് ഫോർമെന്റേഷനും ആണ് ഐഡിയ. ഓക്കെ, താങ്ക് യു. ചാറ്റിൽ ആരൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടേ? ആരാ ചോദിച്ചോളൂ. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ചോദിച്ചോളൂ. Is having muscle relaxers like paracetamol, Tylenol good option for back pain? ഇപ്പം പാരസെറ്റമോളും ടൈലിനോളും രണ്ടും മസിൽ റിലാക്സന്റ് അല്ല. അത് രണ്ടും പാരസെറ്റമോളിന്റെ വേരിയൻസ് ആണ്. അപ്പോൾ ഒരു അക്യൂട്ട് ബാക്ക് പെയിൻ വരുമ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് അല്ലെങ്കിൽ പാരസെറ്റമോൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈക്ലോഫിനാക് എന്ന് പറയും, അല്ലെങ്കിൽ സെലേകോക്സിബ്, പിന്നെ പൈറോക്സിക്കാം ഒക്കെയാണ് നല്ലത്. പിന്നെ അടുത്ത അതിനേക്കാളും സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻസിൽ വരുന്നതാണ് പാരസെറ്റമോൾ. മസിൽ റിലാക്സൻസ് നമ്മൾ ജനറലി ഇപ്പോഴത്തെ പ്രാക്ടീസ് നമ്മൾ അങ്ങനെ റുട്ടീൻലി പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. മസിൽ റിലാക്സന്റ് എന്ന് പറയുന്നത് നമ്മൾ ടോൾപെറിസോൺ അല്ലെങ്കിൽ ക്ലോർസോക്സസോൺ, ടിസാനിഡിൻ ഇങ്ങനെ പറയുന്ന മെഡിസിൻസ് ആണ് മസിൽ റിലാക്സൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നമ്മൾ അക്യൂട്ട് ബാക്ക് പെയിൻ വരുമ്പോൾ സാധാരണഗതിയിൽ മസിൽ റിലാക്സന്റ് ഇപ്പം പണ്ട് പ്രിസ്ക്രൈബ് ചെയ്യുമായിരുന്നു. ഇപ്പം മസിൽ റിലാക്സന്റ് അഡ്വൈസ് ചെയ്തതിന്റെ കാര്യം ഞാൻ നേരത്തെ മാഡം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മസിൽ സ്പാസം എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പൊ നമ്മൾ അതിനെ ആണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മസിൽ റിലാക്സന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ മസിൽ സ്പാസത്തെ കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഹീലിംഗ് വിൽ ടേക്ക് മോർ ടൈം. കുറച്ചും കൂടെ അത് ഹീൽ ചെയ്യാൻ ചിലപ്പോൾ ടൈം കൂടുതൽ എടുത്തെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ജനറലി അത് അഡ്വൈസ് ചെയ്യാറില്ല അൺലെസ് ദ സ്പാസം ഈസ് സോ സിവിയർ ദാറ്റ് യു കാണ്ട് ഈവൻ മൂവ്. അത്രയ്ക്ക് സിവിയർ ആണെങ്കിൽ മാത്രം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അതർവൈസ് റുട്ടീൻലി ഏറ്റവും നല്ലത് ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് മാത്രം എടുക്കുന്നതാണ്. ആന്റി ഇൻഫ്ലമേറ്ററി എടുക്കുമ്പോൾ അതിന്റെ കൂടെ ആന്റാസിഡും കൂടെ എടുക്കണം. പലർക്കും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ആന്റാസിഡ് പാൻറ്റോപ്രസോളോ അല്ലെങ്കിൽ റാനിറ്റിഡിനോ എന്തെങ്കിലും എടുക്കുന്നതാണ് ഐഡിയൽ. ഡോക്ടർ, ഈ മസാജിന് പോകുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? മസാജ്, ക്രോണിക് ബാക്ക് പെയിൻ മസാജ് ഇസ് ഗുഡ്, ഒരു ഹാംലെസ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പെയിൻ എന്തുകൊണ്ടാണെന്നുള്ളത് യു ഷുഡ് ഗെറ്റ് ഇറ്റ് ഡയഗ്നോസ്ഡ് ഫസ്റ്റ്. ഇപ്പം ഡയഗ്നോസ് ചെയ്തിട്ട് ഇഫ് സംബഡി ഈസ് ടെല്ലിംഗ് ദാറ്റ് ഇതിനെ വേറെ പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, ഐ ക്യാൻ ക്യാരി ഓൺ വിത്ത് എക്സസൈസസ് അതുപോലെ ട്രീറ്റ്മെന്റ് മതി എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഗോയിങ് ഫോർ മസാജ്. പക്ഷേ വീക്ക്നെസ്, നംബ്നെസ് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ഗെറ്റ് എ മെഡിക്കൽ ഒപ്പീനിയൻ. ഇങ്ങനെ
ഇതിൽ ഡേഞ്ചറസ് സിംറ്റംസ് എന്ന് പറയുന്നത് അതാണ്. അത് മാത്രം നമ്മൾ അതർവൈസ് ഓൾ അതർ കൈൻഡ്സ് ഓഫ് ബാക്ക് പെയിൻ നമുക്ക് പതുക്കെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡേഞ്ചറസ് ആയിട്ട് വരുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ഇവാലുവേറ്റ് ചെയ്യണം. Get it evaluated by a medical person. Doctor, sometimes you cannot even bend. Movement le namakku bend polum pattilla. It becomes so stiff. What is that reason for that? അല്ല, എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതില് ഒരു നമ്മൾ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഒരുപാടുണ്ട്. ഇപ്പം എല്ലാവരുടെയും സ്പൈൻ ഇസ് നോട്ട് ദ സെയിം. ഇപ്പം ചിലരുടേത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലരുടേത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലായിരിക്കും, വളരെ സ്റ്റിഫായിട്ട് ഇരിക്കുന്നതായിരിക്കും. അത് പ്രത്യേകിച്ചൊരു പെർട്ടിക്കുലർ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ദർ ആർ എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ഇൻ ദാറ്റ്. ഇപ്പൊ മൾട്ടിപ്പിൾ ഡിസ്കിന്റെ തന്നെ തേയ്മാനം കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഒരു സ്പോണ്ടൈലോലിസിസ് വരുന്നത് കൊണ്ടാകാം. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ഈ പറഞ്ഞ കാര്യം വരാം. അപ്പൊ അങ്ങനെ ഒരു സിവിയർ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ അതിന് പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങ് അത് പറയാൻ പാടാണ്. മോർണിംഗ് ടൈമിൽ എഴുന്നേൽക്കുന്ന സമയത്ത് പെയിൻ ഒരുപാടുണ്ടോ? Early morning. Yeah, early morning, and then sometimes suddenly you have it in the when you have it in the afternoon or something like that. But not every day, but sometimes yes. And sometimes when you sit for a long time and then you get up, then you have that pain. Pain ano or stiffness ano, which is or troubling. Stiffness. Yeah, you suddenly you're not able to get up and not able to walk properly. When you get up and not able to walk properly. യൂഷ്വലി ഈ റുമാറ്റിസം, അതായത് വാദത്തിന്റെ പോലുള്ള പെയിനുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ ഉണരുന്ന സമയത്തുള്ള സ്റ്റിഫ്നെസ് വിൽ ബി ഒരു കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. പിന്നെ നമ്മളൊന്ന് എഴുന്നേറ്റ് നനങ്ങിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കഴിയുമ്പം ഇതും കുറച്ചുകൂടെ ബെറ്റർ ആവും. അത് വാദത്തിന്റെ ഒരു ഫീച്ചറാണ്. അപ്പം അത് വാദത്തിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോഴും ഫേസറ്റൽ ജോയിന്റ് ആർത്രൈറ്റിസിനും അതേ ഫീച്ചർ വരാം. പക്ഷെ അത് നമുക്ക് വാദത്തിന്റെ ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ മാത്രം അത് ഫേസറ്റൽ ആർത്രൈറ്റിസ് ആണെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റിഫ്നെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യിക്കണം. എക്സ്റേ എടുത്തിട്ടില്ല ഇതുവരെ അല്ലേ? ഒരു എക്സ്റേ എടുത്തിട്ടില്ല. I mean, I have to tell my doctor, family doctor, that I need an X-ray on the back pain and like. ബാക്ക് പെയിൻ സിഗ്നിഫിക്കൻ്റ് ക്രോണിക് ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്റേ എങ്കിലും എടുത്ത് നോക്കണം. Okay. And doctor പറഞ്ഞല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം. So they not be one reason for this back pain. There can be multiple reasons അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ബാക്ക് പെയിൻ ഒരേ റീസൺ കൊണ്ടായിരിക്കത്തില്ല. ഒരു പർട്ടിക്കുലർ ഒരാളുടെ പെയിൻ ഒരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരുടെയും നമുക്ക് അങ്ങനെ ഇത് കൊണ്ടാണ് എല്ലാവർക്കും വരുന്ന പെയിൻ നമുക്ക് പറയാൻ പാടാണ്. ഇറ്റ്സ് ലോട്ട് ഓഫ് റീസൺസ് ക്യാൻ ബി ദേർ ഫോർ ദ സിമിലർ കൈൻഡ് ഓഫ് പെയിൻ. ബാക്ക് വളഞ്ഞിരിക്കുന്നവർക്ക് കൂടുതൽ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ചിലരെ മിക്കവാറും ബാക്ക് സ്ട്രേറ്റ് അങ്ങനെയുള്ളതുണ്ടോ? അങ്ങനെയുണ്ടോ? ആ ലെവലിൽ കേട്ടില്ല, സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ക്വസ്റ്റ്യൻ. ഈ ബാക്ക് ഇപ്പം നമ്മുടെ ചിലരുടെ സ്ട്രേറ്റ് ആയിരിക്കും, ചിലരുടെ ബാക്ക് ഇങ്ങനെ ഒരു കർവ് കാണുമല്ലോ കൂടുതലായിട്ട്, അങ്ങനെയുള്ള പെയിന് സാധ്യത കൂടുതലുണ്ടോ? ബാക്ക് കർവ് എന്ന് പറയുന്നത് ഒരു സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. അതൊരു ടോട്ടലി ഡിഫറെന്റ് എൻറ്റിറ്റി ആണ്. അത് യൂഷ്വലി കുട്ടികളിലാണ് കാണുന്നത്. പിന്നെ കുട്ടികളിൽ അത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അഡൽട്ട്ഹുഡിൽ എത്തുമ്പോൾ നമുക്ക് ആ കർവ് കാണാൻ പറ്റും. നമ്മുടെ മലയാളത്തിലെ കുഞ്ഞിക്കുനൻ എന്ന് പറയുന്ന സിനിമയില് ദിലീപിനുള്ള ആ ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ഒരു സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ലോവർ ബാക്കിൽ വരാം, അപ്പർ ബാക്കിൽ വരാം. അപ്പൊ അങ്ങനെ വളവുള്ളപ്പോ ഡിസ്ക് തേയ്മാനം വരാനുള്ള സാധ്യത സാധാരണയിൽ കൂടുതലായിരിക്കും. കാരണം സ്പൈൻ്റെ അലൈൻമെന്റ് നോർമൽ അല്ലാത്തതുകൊണ്ട് ആ ഒരു വെയിറ്റ് ബെയറിംഗ് ആക്സിസും അതിന്റെ വെയിറ്റ് ബെയറിംഗ് മെക്കാനിക്സും എല്ലാം കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഡിസ്ക് തേയ്മാനത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയാണ് ബാക്ക് പെയിൻ വരുന്നത്. വളവുള്ളത് കൊണ്ട് മാത്രം ബാക്ക് പെയിൻ വരത്തില്ല. അത് കാരണമുള്ള അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന തേയ്മാനം കൊണ്ടാണ് വരുന്നത്. അതായത് സ്പോണ്ടിലോസിസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. നോർത്ത് അമേരിക്കൻ കോൾഡ് വെതർ ബോഡി എഫക്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പെയിൻ, ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് പെയിൻ ഉണ്ടാവാൻ കോസ് ആവുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഒരു നാട്ടിൽ നിന്ന് വരുന്നവരായതുകൊണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മസ്കുലോസ്കെലറ്റൽ ഈ കോൾഡ് ക്ലൈമറ്റിൽ കൂടും. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല.
സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യ് സഞ്ജി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സ്റ്റേബിൾ ആയോ? ഇപ്പൊ സ്റ്റേബിൾ ആയോ? ഇപ്പൊ ഉണ്ട്. ശരി. ഈ ഓൾമോസ്റ്റ് എല്ലാ മസ്കുലോസ്കെൽറ്റൽ പെയിൻ കണ്ടീഷൻസും കോൾഡ് ക്ലൈമറ്റിലാണ് അഗ്രവേറ്റ് ആവുന്നത്. അപ്പം എപ്പോഴും എല്ലാ ഇപ്പൊ ഡിസ്കിന്റെ പെയിൻ ആണെങ്കിൽ പോലും അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ക്ലാസിക്കലി കോൾഡ് ക്ലൈമറ്റിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലം അനുഭവിക്കുന്നത് ഈ വാദത്തിന്റെ ടൈപ്പ് പെയിനാണ്. യൂറിക് ആസിഡിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു റൊമാറ്റിസം പോലുള്ള പെയിൻസിലാണ് കോൾഡ് ക്ലൈമറ്റ് കൂടുതലായിട്ട് ട്രബിൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് റൊമാറ്റിസത്തിന്റെ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഡോക്ടർ, ഈ വൈറ്റമിൻ ഡി എന്ന് സണ്ണിന്റെ ത്രൂവിൽ കിട്ടുന്നത് ഐ ഓൾസോ നോട്ടീസ് ദാറ്റ് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. ആൻഡ് ലൈക്ക് ഇൻ ദ കോൾഡ് കൺട്രീസ് നമ്മളുടെ സൺ അത്ര റേസ് ഇല്ല, അത്ര ചൂടില്ല. വേറസ് വെൻ വി കം ടു ദ ട്രോപ്പിക്കൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ഓൾ ദാറ്റ്, ഐ നോട്ടീസ് ദാറ്റ് നമ്മളുടെ ഒത്തിരി ഇവിടുത്തെ പെയിൻസ്, ബാക്ക് പെയിൻ ഓർ വാട്ട് എവർ ദ മസിൽ പെയിൻ, വെൻ വി കം ദർ ഒരു 2-3 ദിവസം, 4-5 ദിവസം കഴിഞ്ഞാൽ വൺസ് വി സ്റ്റാൻഡ് അവർ പെയിൻസ് ഡിസപ്പിയർ. ഇസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ വൈറ്റമിൻ ഡി വിച്ച് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ സൺ? അതിന്റെ ആകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ക്വിക്കായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ വന്നു കഴിയുന്ന ഉടനെ അത് ഇമ്മീഡിയറ്റ്ലി അത് കറക്റ്റ് ആവത്തില്ല. ഇറ്റ് ടേക്സ് ടൈം. മോസ്റ്റ് പ്രോബ്ലി ആ ഒരു കോൾഡ് ക്ലൈമറ്റിൽ നിന്ന് വാം ക്ലൈമറ്റിലേക്ക് വന്നതിന്റെ വ്യത്യാസമാകാനാണ് സാധ്യത. ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത് കൊണ്ടായിരിക്കാനാണ് കൂടുതൽ സാധ്യത. വൈറ്റമിൻ ഡി യൂഷ്വലി ഇപ്പം ഡെഫിഷ്യൻസി വരുന്നത് തന്നെ ക്രോണിക് ആയിട്ടാണ്. വളരെ മാസങ്ങളും വർഷങ്ങളും എടുത്താണ് ഡെഫിഷ്യൻസി വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ നമ്മൾ വെയിലത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് കറക്റ്റഡ് ആവത്തില്ല. അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്. അപ്പൊ അങ്ങനെ അത് നമ്മൾ ടാബ്ലറ്റ് എടുത്താൽ പെട്ടെന്ന് മാറും, അതിന്റെ മെഡിസിൻസ് എടുത്താൽ. അല്ലാതെ നാച്ചുറൽ രീതിയിൽ കൂടെ അത് പെട്ടെന്ന് മാറില്ല. So if you have been in the sun for a longer time in the tropical region, so that gives a good thing for our bones too, alle? അതെ, വൈറ്റമിൻ ഡി അത് ഇപ്പം നമ്മുടെ എല്ലാ ഓസ്റ്റിയോപൊറോസിന്റെ കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷൻ ഇസ് കോൾഡ് ഓസ്റ്റിയോമലേഷ്യ. അത് ഡിഫറെന്റ് കണ്ടീഷനാണ്. അപ്പം ഓസ്റ്റിയോപൊറോസിനുള്ള കാരണം എപ്പോഴും വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം അല്ല. ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ബ്ലഡ് എടുത്ത് നോക്കിയാലും അതിൽ 90% പേരുടെയും, എൻ്റെ ഉൾപ്പെടെ 90% പേരുടെയും വൈറ്റമിൻ ഡി ലെവൽസ് ലോ ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും ഈ ഇൻഡോർസ് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരുപാട് വെയിലിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ളവരല്ല. അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ ഡി ആർക്ക് നോക്കിയാലും ഇപ്പൊ കുറവാണ്. അതുകൊണ്ട് നമ്മൾ റൊട്ടീൻലി എല്ലാ പ്രിസ്ക്രിപ്ഷനിലും once in a year at least vitamin D ഒരു ചെറിയൊരു കോഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഡോക്ടർ ഈ മൾട്ടി വിറ്റമിൻസ് പറഞ്ഞല്ലോ, കാൽഷ്യം കഴിക്കണം പറഞ്ഞു. സോ ദാറ്റ് ഈസ് ടുഗദർ ആസ് എൻ ഹോൾ ഓഫ് ഓൾ ദ കാൽഷ്യം ടുഗദർ ഇൻക്ലൂഡിംഗ് സിങ്ക് ആൻഡ് ഓൾ ദാറ്റ്, അതാണോ ഡോക്ടർ പറയുന്നത്? ഇല്ല, ഞാൻ മൾട്ടി വൈറ്റമിൻസ് എന്ന് ഞാൻ പറഞ്ഞില്ല, കാൽഷ്യം എന്ന് പറഞ്ഞത് ബോണിന് വേണ്ടിയിട്ട് കാൽഷ്യമാണ്. ഓക്കെ, സോ മൾട്ടി വിറ്റമിൻസ് പ്ലസ് കാൽഷ്യം കഴിക്കണോ ഇല്ലെങ്കിൽ ഹൗസ്? മൾട്ടി വൈറ്റമിൻസ് ഒന്നും നമ്മൾ അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ദർ ഇസ് നോ എവിഡൻസ് ടു ഷോ ദാറ്റ് മൾട്ടി വൈറ്റമിൻ ഇംപ്രൂവ്സ് ജനറൽ ഹെൽത്ത് ഒന്നും അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ സമാധാനത്തിന് വേണ്ടി കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വൈറ്റമിൻസ് കഴിക്കുന്നത് ഒരു പ്രൂവൺ ആയിട്ടുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഒന്നിനുമല്ല. സ്പെസിഫിക്കലി ഒരു ന്യൂറോപ്പത്തിയോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ ന്യൂറോ വൈറ്റമിൻസ് കഴിക്കാൻ പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് മെഡിക്കലി അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രമേ, അല്ലാതെ ഒരു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു റെഗുലർ ആയിട്ട് എടുക്കാൻ അഡ്വൈസ് ചെയ്യാറില്ല മൾട്ടി വൈറ്റമിൻസ്. കാൽഷ്യം എടുക്കാൻ നമ്മൾ ആ ഒരു പ്രായം കഴിയുമ്പോൾ 50 years കഴിയുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് കാൽഷ്യം എടുക്കണം. ഈ ആയുർവേദിക് മസാജ് നല്ലതാണോ? ഇസ് ഇറ്റ് ഗുഡ്? ആയുർവേദിക് മസാജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേറെ കാലിലോട്ടുള്ള മരവിപ്പോ വീക്ക്നെസ്സോ യൂറിനറി പ്രോബ്ലം, ബൗൾ പ്രോബ്ലം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ബാക്ക് പെയിൻ ആണ് പ്രോബ്ലം ബാക്കി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അതൊരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. മറ്റേ നേരത്തെ പറഞ്ഞ നെർവിന്റെ കംപ്രഷൻ ഉണ്ട്, അതിന്റെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇമേജിങ് ചെയ്ത് നോക്കണം. MRI സ്കാൻ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം. അത് ക്വാളിഫൈഡ് ആയുർവേദ പേഴ്സൺ തന്നെ അത് കാണുമ്പോൾ തന്നെ അവർ പറയും അത് ഇതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ അവർ MRI ഓർഡർ ചെയ്യാറുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് അവർ ആഹാരം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ എന്താണ് പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം വിച്ച് ക്യാൻ ഹെൽപ്പ് ഓൾ ഓഫ് us ഓവറോൾ, വേർ വി ഹാവ് ടു ആഡ് സം സപ്ലിമെന്റ്സ് എന്ന് ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ എന്താ?
നമ്മൾ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് എന്ന് പറയുന്നത് മിൽക്ക് പ്രോഡക്ട്സും ഒക്കെയാണ്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്തും ഒക്കെ കാൽഷ്യം കണ്ടന്റ് ഒക്കെ അഡിക്വേറ്റ്ലി ഉണ്ട്. ബോഡി വെയിറ്റ് റിഡക്ഷൻ നമ്മളിപ്പം ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ യു മേക്ക് ഷുവർ ദാറ്റ് ബോഡി മാസ് ഇൻഡെക്സ് ഇസ് വിത്തിൻ ലെസ് ദാൻ 25. ആ റേഞ്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്പെസിഫിക്കലി ഒരു ഡയറ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല. അവോയ്ഡ് ഷുഗേഴ്സ്, അവോയ്ഡ് ടു മച്ച് ഓഫ് ഫാറ്റി ഫുഡ്സ് എന്ന് മാത്രമേ അതിന് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളൂ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഇത്രയും വലിയ ഒരു ക്ലാസ്സിന് സമയം കൂടുതലായി ഇരുന്നതിന് വളരെ നന്ദി. ഇപ്പൊ അടുത്ത വോട്ടർ താങ്ക്സിനായിട്ട് നമ്മുടെ സമാജത്തിന്റെ സെക്രട്ടറി ബിനു ജോഷി ക്ഷണിക്കുന്നു. താങ്ക് യു കുര്യൻ. ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ 28ാമത് ഡോക്ടർ ലൈവ് ഷോയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡോക്ടർ ലൈവ് ഷോ ആരംഭിക്കുന്നതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന പ്രോത്സാഹനവും ഫീഡ്ബാക്കും നമ്മളെ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കോവിഡിൻ്റെമായി ഫോക്കസ് ചെയ്ത് മാത്രം ഈ ആദ്യകാലങ്ങളിൽ ചർച്ചകളൊക്കെ നടന്നു. ഇതുപോലൊക്കെയുള്ള പല അസുഖങ്ങളും നമ്മളെ ഇഗ്നോർ ചെയ്യും. ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്നത് കൊണ്ട് ബാക്ക് പെയിൻ ആയാലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല അസുഖങ്ങളെയും ഇഗ്നോർ ചെയ്യുന്നത് വേറൊരു മെഡിക്കൽ ഫീൽഡിൽ വളരെയധികം ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ ഡോക്ടർ ലൈവ് ഷോ സമൂഹത്തിലെ കമ്മ്യൂണിറ്റിയിൽ പ്രസക്തമാകുന്നത്. ഇന്ന് നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ അശോക് തോമസ്, അദ്ദേഹത്തെ ഡോക്ടറെ പറ്റി ഷീല പുതുക്കേരി ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്വാഗത പ്രസംഗത്തില്. സൗത്ത് കേരളയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സ്പൈൻ സർജനാണ്. അദ്ദേഹത്തിന്റെ ഡിഗ്രികൾ ധാരാളമുണ്ട്. നമ്മളോട് ഇദ്ദേഹം ട്രിവാൻഡ്രം ഫോർട്ട് ഹോസ്പിറ്റലിൽ ഇപ്പം കൺസൾട്ടന്റ് സർജനായി വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം നമ്മളുടെ വളരെ നല്ലൊരു പ്രസന്റേഷൻ ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ നമ്മളുടെ ക്വസ്റ്റ്യൻസിന്, ചോദ്യങ്ങൾക്ക് വളരെ ക്ഷമയോടെ ഞാൻ പറയും, വളരെ പേഷ്യൻ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്ത പ്രിയപ്പെട്ട ഡോക്ടർ അശോക് തോമസ് അവർക്ക് ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ പേരിൽ, ഈ ടൊറന്റോ മലയാളി കമ്മ്യൂണിറ്റിയുടെ പേരിൽ എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഡോക്ടർ അശോക് തോമസ്. അദ്ദേഹം 2ാം തവണയാണ് നമ്മൾ വന്നത്. താങ്ക് യു വെരി മച്ച്. പിന്നീട് നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്നുണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രീത ടീച്ചറാണ്. പ്രീത ടീച്ചർ കമ്മ്യൂണിറ്റിക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, സമാജത്തിന്റെ വെൽവിഷറാണ്. ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ 2 കുട്ടികൾ നാട്യകലയിലാണ് പഠിക്കുന്നത്. പ്രിയപ്പെട്ട ടീച്ചറോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ ചെയർ ചെയ്തത് പ്രിയപ്പെട്ട സമാജത്തിന്റെ അമരക്കാരൻ, പ്രത്യേക നന്ദിയുടെ ആവശ്യമില്ല, പ്രിയപ്പെട്ട കുര്യൻ പ്രക്കാനത്തിന്, നഫ്മാക്കിന്റെ പ്രസിഡന്റ് ശ്രീ കുര്യൻ പ്രക്കാനത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സമാജത്തിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ലതാ മേനോൻ മോഡൽ ലതാജി ഉണ്ട്. ഇന്ന് മുഴുവൻ സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ലതാജിയോടുള്ള നന്ദി. അഡ്വക്കേറ്റ് ലതാ മേനോൻ, ബാരിസ്റ്റർ, സോളിസ്റ്റർ, ടൊറന്റോയിലെ പ്രിയപ്പെട്ട ലതാജിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ ജോസഫ് മുന്നശ്ശേരി ഉണ്ട് സ്ക്രീനിൽ. സമാജത്തിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ആൻഡ് ടെക്നിക്കൽ ലീഡ് പ്രിയപ്പെട്ട സഞ്ജയ് ആൻഡ് മുരളി, ഐ ക്യാൻ സി യോഗേഷ്. എല്ലാവരോടുമുള്ള നന്ദി, സമാജത്തിന്റെ മുഴുവൻ കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സമാജത്തിന്റെ വെൽവിഷേഴ്സ്, വ്യൂവേഴ്സ് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനവും സഹകരണവും നമ്മുടെ തുടർന്നുള്ള ഷോകളിലും ഉണ്ടാകണം. നമ്മൾ ഈ ഡോക്ടർ ലൈവ് ഷോ വി ആർ ബുക്ക്ഡ് ഫോർ അനദർ 2 couple more months. നമുക്ക് വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദിസ് ഓൺ. എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഡോക്ടർ അശോക് തോമസ്. താങ്ക് യു. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Facebook live stop. Recording stop.